നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആഴം, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി, ഏത് വ്യക്തിക്കാണോ നിങ്ങൾ ഈ റീഡിങ്സ് കാണുന്നത്, ആ പേഴ്സൺ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കുന്നുണ്ടോ എന്നും അവരും നിങ്ങളും തമ്മിൽ സെപ്പറേറ്റഡ് ആണെങ്കിൽ ഒരു റിയൂണിയൻ ഉണ്ടാകുമോ എന്നും, ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസ് ആണെങ്കിലും നിങ്ങൾക്കിടയിൽ ശക്തമാകുന്ന ഏറ്റവും നല്ലൊരു ബോണ്ടുള്ളൊരു എനർജി ക്രിയേറ്റ് ചെയ്യപ്പെടുമോ എന്നും നമുക്ക് നോക്കാം കേട്ടോ. കൂടാതെ തന്നെ എപ്പോഴും അഫർമേഷൻസ് എഴുതുക. അഫർമേഷൻസ് ഞാൻ പറയുന്നത് ഒരു തമാശയായിട്ട് ഒരിക്കലും മക്കളെ നിങ്ങൾ കാണരുത്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ കയ്യിലൊരു പേനയും ഒരു ബുക്കോ കരുതിയിരിക്കണം. നിങ്ങളുടെ മനസ്സ് എപ്പോഴാണോ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്നത് അപ്പം തൊട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എഴുതുക. എഴുതുമ്പോൾ നമ്മൾ ആ അക്ഷരങ്ങളിലേക്ക് ശരിക്കും മനസ്സും നമ്മളുടെ ചിന്തകളെയും നമ്മുടെ ബ്രെയിൻ്റെ എനർജീനെയും കണക്റ്റ് ചെയ്താണ് നമ്മൾ എഴുതുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഏത് പ്രായത്തിലുള്ള വ്യക്തികളാണോ, നിങ്ങളുടെ എന്തെല്ലാം സ്വപ്നങ്ങളാണോ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയത്, അതെല്ലാം നിങ്ങൾ ലഭിച്ചു എന്ന് പറഞ്ഞ് നിങ്ങളൊരു നിറഞ്ഞ മനസ്സോടെ എഴുതിക്കോ. നിങ്ങളുടെ കയ്യിൽ അത് വന്നു ചേരും. അത്ഭുതം 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 സംഭവിക്കും. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്തു നോക്കണം, നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, ഒരു നല്ലൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ, ഒരു സമാധാനം ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മളുടെ കുടുംബത്തിലെ അംഗമാവണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രസൻസ് റീഡിങ്സിൽ ഉണ്ടാവണം. അതിനുവേണ്ടി ലൈക്ക് ചെയ്ത് തന്നെ റീഡിങ്സ് കാണണം. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന റീഡിങ്സ് ലഭിക്കാൻ ജനറൽ റീഡിങ്സ് ആണ്. ഒരുപാട് പേരുടെ എനർജി ഉണ്ട്. അപ്പം നിങ്ങളുടെ പ്രസൻസ് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് റീഡിങ്സിൽ നിന്നും നല്ല ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി റീഡിങ്സുമായിട്ട് കണക്റ്റഡ് ആവുക കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന എയ്റ്റ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് കേട്ടോ. ശരിക്കും കംഫർട്ട് സോണിലാണ്. നിങ്ങളുടെ ബന്ധത്തെ സംബന്ധിച്ച് നോക്കുമ്പം വേറെ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഒരു റിലേഷനിൽ കാണാൻ സാധിക്കുന്നില്ല. വലിയ വലിയ പ്രോബ്ലംസുകളൊന്നും അല്ലെങ്കിൽ വലിയ വലിയ ശക്തമാകുന്ന പ്രശ്നങ്ങളോ കോൺഫ്ലിക്റ്റുകളോ ഒന്നുമില്ല. എവിടെയോ ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ എവിടെയോ ഒരു മടുപ്പ് അല്ലെങ്കിൽ എന്തോ ഒരു പിൻവലി ശബ്ദം നമ്മുടെ ബാക്കിലേക്ക് ഒന്ന് പിടിച്ച് മാറ്റുന്ന അല്ലെങ്കിൽ നമ്മളെ ഒന്ന് പിന്നിലേക്കൊന്ന് മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ ഒന്ന് ഉൾവലിഞ്ഞ് നിൽക്കാൻ പോകുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബന്ധം, ഏത് റിലേഷൻ ആണെങ്കിലും ആ ബന്ധത്തിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമ്പോഴാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ ബ്ലോക്കേജ് ആയിട്ട് നിൽക്കുന്നു. അതായത് തുറന്നു പറയാൻ താല്പര്യമില്ലായ്മയാവാം, അല്ലെങ്കിൽ പറയാൻ സാധിക്കാത്ത ചില സിറ്റുവേഷൻസുകളോ സാഹചര്യങ്ങളോ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടാവാം. സേഫാണ് റിലേഷൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പം, പക്ഷേ ആ റിലേഷനിൽ നിരാശയാണ് കാണുന്നത്, അല്ലെങ്കിൽ ഒരു ഡാർക്ക് എനർജി, ഒരു ബ്ലൈൻഡ് എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശക്തമാകുന്ന രീതിയിലുള്ള ഒരു പ്രതീക്ഷയും ഈ ഒരു റിലേഷനെ കണക്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധം പൂർണ്ണമായിട്ടും ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ശക്തമാകുന്നൊരു ബന്ധനത്തിൽ, അതായത് ഒരു പൂർവജന്മ കർമ്മ പോലെ നിങ്ങളും ആ ഒരു വ്യക്തിയും തമ്മിൽ ഒരു പക്ഷേ പൂർവജന്മ ബന്ധമുള്ള വ്യക്തികളാവാം. അതിലെ ഒരു കർമ്മ നിങ്ങളിപ്പം നേരിടുന്നു, അവരും അതുപോലെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസാണ്. കാരണം നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റാത്ത വിധം നിങ്ങളുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റക്കായിട്ട് നിൽക്കുന്നു. നിങ്ങളൊരു ബന്ധന അവസ്ഥയിലാണ്, അവരും ബന്ധന അവസ്ഥയിലാണ്. എന്നാൽ സംഭവം എല്ലാം സ്മൂത്താണ് താനും. വേറെ പ്രോബ്ലംസുകളൊന്നും തന്നെ നമുക്ക് എനർജിയിൽ കാണാൻ സാധിക്കുന്നില്ല. എന്താണെങ്കിലും ഇതിനകത്ത് ഫ്യൂച്ചർ പ്രതീക്ഷയുണ്ടായിരുന്നു. അവർക്കോ നിങ്ങൾക്കോ ഒന്നിലധികം ഓപ്ഷൻസുകൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്കാണെങ്കിലും ചിലപ്പോൾ ഈ ജീവിതത്തിൽ മറ്റ് സാഹചര്യങ്ങൾ ഉണ്ടായിരുന്ന വ്യക്തികളാവാം, പക്ഷെ അതിൽ നിങ്ങൾക്കും പ്രഷ്യസ് ആയിട്ട് ഫീൽ ചെയ്ത് അല്ലെങ്കിൽ ഒരു സ്റ്റാർ എനർജി ആയിട്ട്, ഒരു സ്പെഷ്യൽ എനർജി ആയിട്ട് ഫീൽ ചെയ്തത് ഈ ഒരു പേഴ്സണോടുള്ള അടുപ്പവും സ്നേഹവും സാന്നിധ്യവുമായിരുന്നു. അവർക്കും അങ്ങനെ തന്നെയുള്ളൊരു എനർജിയാണ് കാണുന്നത്. കാരണം ഇതൊരു പൂർവ്വജന്മ ബന്ധമാണ് കേട്ടോ നിങ്ങൾ തമ്മിലുള്ളത്. അതുകൊണ്ട് രണ്ടു പേരുടെയും എനർജികൾ ഏകദേശം ഒരുപോലെ കണക്റ്റ് ചെയ്ത് പോകുമെന്നുള്ളതാണ്
നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പുതിയ തുടക്കം, ഒരു ശക്തമാകുന്ന വളരെയധികം മെൻ്റൽ ക്ലാരിറ്റിയോട് കൂടിയ ഒരു പുതിയ തുടക്കം ഈ ഒരു റിലേഷനിൽ ക്രിയേറ്റ് ചെയ്യണമെന്ന്, ഉണ്ടായിരുന്നെങ്കിലെന്ന് നിങ്ങൾ എത്ര ശക്തമായിട്ട് ആഗ്രഹിക്കുന്നോ അത് ആ ഒരു വ്യക്തിയുടെ ഉള്ളിലും ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഒരു പക്ഷേ നിങ്ങൾക്കിടയിൽ മറ്റെന്തൊക്കെയോ കാരണങ്ങൾ, ചിന്തകൾ കൊണ്ട്, അതായത് നാളെക്കുറിച്ചുള്ള ചിന്തകളാവാം, കഴിഞ്ഞുപോയ ചില കാര്യങ്ങളെ സംബന്ധിച്ചുള്ള എക്സ്പീരിയൻസ് ആവാം, കറൻറ്റിൽ നിൽക്കുന്ന സാഹചര്യങ്ങൾ ബ്ലോക്ക് ആക്കുന്നതാവാം. അങ്ങനെയുള്ള ചില ചിന്തകളെ കണക്റ്റ് ചെയ്തും ചില എനർജികളെ കണക്റ്റ് ചെയ്തും പുറമേ ഉള്ള ചില എനർജികളെ കണക്റ്റ് ചെയ്തും നിങ്ങൾക്കിടയിൽ ഒരു സ്റ്റക്നെസ് ഉണ്ട് എങ്കിൽ തന്നെ ഇതിനകത്തൊരു ന്യൂ ബിഗിനിങ്, ഒരു പുതിയ തുടക്കം വളരെ സ്ട്രോങ് ആയിട്ട് അവരും ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ ആ ഒരു ആഗ്രഹമുണ്ടെങ്കിലും അവിടെ ഒരു ബ്ലോക്ക് വരുന്നതിൻ്റെ കാരണം, നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആയാൽ എന്തെങ്കിലും വലിയൊരു പ്രശ്നം മറ്റുള്ളവരാൽ ക്രിയേറ്റ് ചെയ്യപ്പെടുമോ എന്നുള്ള ഒരു ശക്തമാകുന്നൊരു ഭയം നിങ്ങളിലുണ്ട്. അവരിലും ആ ഒരു എനർജി കണക്റ്റഡ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ റിലേഷനിൽ ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, മറ്റുള്ളവർക്കൊന്നും പറയാനോ നിങ്ങളെ അപമാനിക്കാനോ അതല്ലെങ്കിൽ നിങ്ങൾക്കാണെങ്കിലും മാനസികപരമാകുന്ന പിരിമുറുക്കങ്ങളൊന്നും ഉണ്ടാകുന്ന രീതിയിൽ പ്രോബ്ലംസുകളൊന്നുമില്ല. റിലാക്സ് ആണ്, പക്ഷേ സ്റ്റക്കാണ്, സ്തംഭനാവസ്ഥയാണ് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പ്രണയത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആഴം, നിങ്ങളുടെ ആ ഒരു ആത്മാർത്ഥതയുടെ ആഴം അവർ തീർച്ചയായിട്ടും മനസ്സിലാക്കും. പക്ഷെ അതിന് ഞാൻ പറഞ്ഞതുപോലെ കർമ്മയുണ്ട്. കർമ്മയുടെ എൻഡിങ്ങിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരുന്നത്. ഒരു പക്ഷേ 10ൻ്റെ എനർജിയാണ് നിൽക്കുന്നത്. ഒരു 10 മന്ത്സിനോ അല്ലെങ്കിൽ 1 ഇയറിനോ ഉള്ളിലായിരിക്കുമുള്ളൂ നിങ്ങൾക്കിടയിൽ ഒരു സ്ട്രോങ് ആകുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാൻ സാധ്യമാകുന്നത് കേട്ടോ. അതുപോലെ തന്നെ അതൊരു പുതിയൊരു തുടക്കം തന്നെയാണ്. നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആഴം, നിങ്ങൾ എത്രത്തോളം പൂർണ്ണമായിട്ടാണ് അവരിൽ നിന്ന് നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കാതെ, അവരെന്ന് പറയുന്ന വ്യക്തിയോട് മാത്രമേ നിങ്ങൾക്ക് ആ ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു ഇമോഷൻസ് ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ മറ്റു ബാഹ്യമാകുന്ന മെറ്റീരിയലിസ്റ്റിക് ആകുന്ന ഒന്നും തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ടില്ല എന്നുള്ളതും വ്യക്തമായിട്ട് അവർ മനസ്സിലാക്കാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു വ്യക്തിനെയാണ് വളരെ ആഴത്തിൽ, വളരെ പ്രഷ്യസ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിരുന്നത്. അവരുടെ കുറവുകളെയോ അവരിലുള്ള മോശം വശങ്ങളെയോ ഒന്നും നിങ്ങൾ ഒരിക്കലും പ്രാധാന്യം കൊടുക്കുകയോ ഫോക്കസ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഒരു പക്ഷേ നിങ്ങൾ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തുക പോലും ചെയ്തിട്ടുണ്ടാവില്ല. അവരിൽ നിന്ന് ഒരുപാട് നെഗറ്റീവാകുന്ന, മോശമാകുന്ന ഇൻസിഡൻറ്റ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങളിൽ അവർ നിങ്ങളോട് വളരെയധികം അവഗണനയോടുകൂടി പെരുമാറിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ അവരോട് ഒരു പക്ഷേ മോശമായിട്ട് ഒന്നും തന്നെ അതിനെ സംബന്ധിച്ചു പോലും ഒരു സംസാരം നിങ്ങളിൽ നിന്നും അവർക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. ആ ഒരു കാര്യത്തിൻ്റെ എനർജി എന്ന് പറയുന്നത് അവർ ശക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ എത്ര ക്ഷമയോടുകൂടിയും സൈലൻ്റായിട്ടും ആ ഒരു ബന്ധത്തിൽ നിലനിന്നിരുന്നു എന്നതും അതെന്തുകൊണ്ടായിരുന്നു നിങ്ങൾ ആ വ്യക്തിയെ അത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്നതുകൊണ്ടായിരുന്നു എന്നതും അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി നിങ്ങളുടെയും ആ വ്യക്തിയുടെയും ഒരു കർമാസ് ടൈമിംഗ് അവസാനിക്കുന്നതനുസരിച്ച് ആ ഒരു സ്നേഹവുമായിട്ട് നിങ്ങളെ സമീപിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം അവർ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇത് കർമ്മ റിലേഷൻ ആണെന്ന് അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഇതിനകത്തൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസിൻ്റെ എനർജി ഉണ്ടെന്നും അവർ മനസ്സിലാക്കുന്നുണ്ട്. പ്ലസ് നിങ്ങൾക്കിടയിൽ ചില പ്രശ്നങ്ങൾ, ഒരു ഇംബാലൻസിങ് എനർജി വന്നിരുന്നു. അതായത് അവരെ സംബന്ധിച്ച് അവർക്ക് നിങ്ങളെ കൂടാതെ മറ്റൊരു സിറ്റുവേഷൻസിലൂടെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടി വന്നു. അതായത് ഒരു നീതിപൂർവം അവർക്ക് പാസ്റ്റ് എനർജിയിലേക്ക് നോക്കുമ്പോൾ, ഈ മുൻ സമയങ്ങളിലേക്ക് നോക്കുമ്പം അവർക്കൊരു നീതി നടപ്പിലാക്കേണ്ടുന്ന ഒരു സിറ്റുവേഷൻസ് അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പം അതും നിങ്ങളെയും ബേസ് ചെയ്ത് നോക്കുമ്പം അവരെ സംബന്ധിച്ച് അവർക്ക് ഈ ഒരു ബാലൻസ് നിന്നും ഇംബാലൻസിങ്ങിലേക്ക് കാര്യങ്ങൾ പോയിരുന്നതായിട്ടുള്ള എനർജിയും കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണേലും ഈ ഒരു റിലേഷനിൽ ഒരു ജസ്റ്റിസ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ് എന്നുള്ളത്
ആ പേഴ്സൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ ആ ഒരു വ്യക്തി അത് പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല. ഉള്ളിൽ തന്നെ അതിങ്ങനെ കണക്ട് ചെയ്ത് നിർത്തിയിട്ടേ ഉള്ളൂ. പുറത്തേക്ക് അത് പ്രകടിപ്പിക്കാതെ ഒരു മറയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസാണ്. ഒരു പക്ഷേ നിങ്ങളിൽ നിന്നും ചെറിയ രീതിയിലൊരു മുഖം തിരിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻസ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പക്ഷേ അവർക്കറിയാം നിങ്ങളുമായിട്ട് ഇതിനകത്ത് ഏറ്റവും ശക്തമായിട്ട് കാണാൻ പറ്റുന്നത് കമ്മ്യൂണിക്കേഷൻ എനർജിയാണ് കേട്ടോ. സ്ട്രോങ് ആകുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളതും, കാര്യങ്ങൾ ബുദ്ധിപൂർവ്വം വളരെയധികം ചിന്തിച്ച് ബുദ്ധിപൂർവ്വം മാത്രം മുന്നോട്ടേക്ക് പോകണമെന്നുള്ളൊരു എനർജിയും ഈ ഒരു റിലേഷനിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ന്യൂ ബിഗിനിങ് എന്നത് എടുത്ത് ചാടി തുടങ്ങേണ്ട അതല്ല, അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ പാടില്ല എന്നതും, എന്നാൽ നിങ്ങളുടെ സ്നേഹം കണ്ടില്ല എന്ന് നടിക്കാനും പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥയും ഈ ഒരു പേഴ്സണിൽ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ടവർ എനർജിയുടെ പ്രസൻസ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഒരു വല്ലാത്ത ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക്. ഒരു പക്ഷേ പാസ്റ്റിലായിരിക്കാം ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് ഒരു അപകടം മണക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു മറ്റെവിടെന്നൊക്കെയോ ഈ ഒരു വ്യക്തിക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വീഴ്ചകൾ നേരിടേണ്ടി വരുമെന്നുള്ള ഒരു ഭയം ഈ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട് കേട്ടോ. അതായത് ഒരു പക്ഷേ ഈ ഒരു വ്യക്തിയുടെ ഫാമിലിപരമായിട്ടുള്ള ആളുകളാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയിലുള്ള പല വ്യക്തികളുടെ പ്രസൻസ് ആവാം. ഒരു തകർച്ചയുടെ ഒരു ശക്തമായ കോൺഫ്ലിക്റ്റിന് കാരണമാകും എന്നുള്ളൊരു എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അവർക്ക് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയോടുള്ള ഒരു സ്നേഹം ആഴം വിട്ടുകളയാൻ പറ്റാത്തതിനും അപ്പുറമുള്ളതുമാണ്. എന്നാൽ അവരെ സംബന്ധിച്ച് മുന്നിലുള്ള പ്രശ്നങ്ങളെ ആ ഒരു വ്യക്തി ശരിക്കും ഭയപ്പെടുന്നുണ്ട്. പ്രശ്നങ്ങളെ നേരിടുക അല്ലെങ്കിൽ പ്രശ്നങ്ങളെ അതിജീവിക്കുക, ഇതൊന്നും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് സാധ്യമല്ല എന്നുള്ളൊരു ചിന്തയിലാണ് നിൽക്കുന്നത് കേട്ടോ. അതൊക്കെ ഈ ഒരു ബന്ധത്തിനകത്തൊരു ശക്തമാകുന്നൊരു ട്രാജഡി എനർജിയുടെ പ്രസൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പം ഒരു ലോങ് ഡിസ്റ്റൻസ് കരിയർ മേഖലയെ ബേസ് ചെയ്ത് അവർ കുറച്ച് ലോങ് ഡിസ്റ്റൻസിലേക്ക് മറ്റു കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻസും കാണുന്നുണ്ട്. അത് നിങ്ങളുടെ റിലേഷനെ ബേസ് ചെയ്ത് നോക്കുമ്പം അവിടെ ഒരു ബ്ലോക്കേജ് വരുത്തുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു വ്യക്തി മറ്റെന്തൊക്കെയോ കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നതും നിങ്ങളുടെ റിലേഷനെ കണക്ട് ചെയ്ത് നോക്കുമ്പം അവിടെ ഒരു ലോങ് ഡിസ്റ്റൻസിൻ്റെ പ്രസൻസ്, അല്ലെങ്കിൽ ഒരു പ്രാധാന്യമില്ലാതെ മാറ്റി വയ്ക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ടുള്ള എനർജി കൂടി അവരിലുണ്ട്. എന്താണേലും നിങ്ങൾക്കിടയിൽ ശക്തമാകുന്ന ശത്രുത ഉണ്ട്. നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ കണക്ട് ചെയ്ത് ഒരുപക്ഷെ നിങ്ങൾ ഒരുമിച്ച് പോകരുതെന്ന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ശത്രുക്കളുടെ പ്രസൻസ് നിങ്ങളുടെ കൂടെ തന്നെയുള്ള വ്യക്തികളിലുണ്ട് എന്നുള്ളതും, അവർ വളരെയധികം നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും കണക്ട് ചെയ്ത് കാര്യങ്ങൾ വീക്ഷിക്കുന്നുണ്ടെന്നും, കൂടുതൽ പ്രശ്നങ്ങൾ നിങ്ങളുടെ റിലേഷനിൽ ഉണ്ടാവാൻ പാകത്തിന്, അതായത് നിങ്ങൾ പൊരുത്തപ്പെട്ടു പോകരുത് എന്ന് ചിന്തിച്ച് കൂടുതൽ പ്രശ്നങ്ങൾ ഈ ഒരു ബന്ധത്തിൽ ക്രിയേറ്റ് ചെയ്യുക എന്ന ഒരു സിറ്റുവേഷൻസും നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ക്രിയേറ്റ് ചെയ്യിക്കുന്ന ഒരു സാഹചര്യം, അതായത് നിങ്ങൾക്കിടയിൽ പൊരുത്തപ്പെടാതെ പോകുക എന്ന ആ ഒരു സാഹചര്യം വളരെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. 9 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹം അവരറിയുന്നുണ്ട്, അതിൽ അവർ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചുറ്റുമുള്ള ബാഹ്യമാകുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് നിങ്ങളുടെ റിലേഷനിൽ പ്രോബ്ലംസുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പാസ്റ്റിലേക്ക് നോക്കുമ്പോൾ, പഴയ നിങ്ങളുമായിട്ടുള്ള ഒരു എനർജിയിലേക്ക് നോക്കുമ്പം വളരെ സന്തോഷവും സമാധാനവും അതുപോലെ തന്നെ വളരെയധികം ഒരു ഹാപ്പി മൊമെൻറ്റ്സുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ്, നിങ്ങൾക്കിടയിൽ ഒരുപാട് സമയങ്ങളൊന്നും നിങ്ങൾ ഒരു പക്ഷേ ഫൈറ്റിംഗ് ചെയ്തോ ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലും വഴക്കോ പ്രശ്നങ്ങളോ ഉണ്ടായാൽ പോലും നിങ്ങളങ്ങനെ പിണങ്ങി ഇരുന്നിട്ടില്ലാത്ത ഒരു മുൻ സമയങ്ങളുടെ എനർജി കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ കറൻറ്റ്ലി നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് നിങ്ങളുടെ സ്നേഹം അവരറിയുന്നുണ്ടെങ്കിലും അവർ എലോൺ എനർജിയിൽ ഒറ്റപ്പെട്ട് നിൽക്കുക എന്നൊരു
സിറ്റുവേഷൻസ് അവിടെ കാണുന്നുണ്ട്. അതായത് ഇമോഷൻസ് ഉണ്ട് അവർക്ക് നിങ്ങളോടും, പക്ഷേ ഇമോഷൻസിനെ അവരൊന്ന് ഹോൾഡ് ചെയ്ത് നിർത്തുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത്. നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ കാത്തിരിക്കുന്ന അവസ്ഥയും നിങ്ങളിപ്പോഴും ആ ഒരു പേഴ്സണിൽ തന്നെ ഫോക്കസ്ഡ് ആണെന്നും നിങ്ങളുടെ മനസ്സിൽ ഈ എത്ര തകർച്ച ഈ ഒരു റിലേഷനിൽ സംഭവിച്ചാലും നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു വ്യക്തി കഴിഞ്ഞേ മറ്റാർക്കും സ്ഥാനമുള്ളൂ എന്നതുമെല്ലാം ഈ ഒരു വ്യക്തിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. കൂടാതെ തന്നെ ഒരു വ്യക്തി അതിൽ വളരെയധികം ഹാപ്പിനെസ്, സന്തോഷം അനുഭവിക്കുകയും ചെയ്യുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. എന്താണേലും നിങ്ങളിൽ ഈ ഒരു വ്യക്തി ഫോക്കസ്ഡ് ആണ്. നിങ്ങൾ ആ വ്യക്തിയെ ഫോക്കസ് ചെയ്യുന്നതും ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് സ്റ്റിൽ വെയിറ്റിംഗ് ചെയ്യുന്നതും നിങ്ങൾ ആ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ആ ഒരു വ്യക്തി വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുമുണ്ട്. അതിൽ ആ വ്യക്തി സന്തോഷിക്കുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ വളരെ ശക്തമാകുന്ന ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ റിലേഷനിൽ കേട്ടോ. നമ്മൾക്ക് മുകളിൽ പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ പ്രസൻസ് ആണ് നിങ്ങൾക്കിടയിൽ ഒരു നെഗറ്റീവ് പ്രസൻസിൻ്റെ എനർജി വന്നതും ഒരു പക്ഷേ അത് അസൂയയുടെ ഫലമായിട്ടാവാം, ശത്രുത തോന്നിയതിൻ്റെ ഫലമായിട്ടാവാം, എന്താ പറയുക, ദൃഷ്ടിദോഷം, നമുക്ക് ഏത് രീതി വേണമെങ്കിലും അതിനെ എടുക്കാട്ടോ. ബ്ലാക്ക് മാജിക്ക് ചെയ്ത എനർജി, അങ്ങനെ ഒരു ബ്ലാക്ക് മാജിക്ക് ചെയ്ത എനർജിയുടെ പ്രസൻസും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതായത് നിങ്ങളെ രണ്ട് ദിശയിലേക്ക്, രണ്ട് സാഹചര്യത്തിലേക്ക് മാറ്റുക എന്നുള്ള ഒരു ഫീലിങ്സും നമുക്ക് എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഈസോ സോഴ്സിൻ്റെ എനർജി ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. മനസ്സിൽ എന്തൊക്കെയോ ടെൻഷനുണ്ട് നിങ്ങളുടെ പേഴ്സണ്. എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ നെഗറ്റീവ് ആകുന്ന തോട്ട്സുകൾ കടന്നു വരുന്നുണ്ട്, ചില സമയങ്ങളിൽ പോസിറ്റീവ് ആകുന്ന ചിന്തകൾ വരുന്നുണ്ട്. രണ്ടും ഇടകലർന്നൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം ഒരുപാട് പരീക്ഷണങ്ങൾ ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങൾ രണ്ടുപേരും എക്സ്പീരിയൻസ് ചെയ്തു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ശക്തമാകുന്ന ചതി സംഭവിച്ചിട്ടുണ്ടാവാം, ശക്തമാകുന്ന മറ്റുള്ളവരിൽ നിന്ന് നേരിടേണ്ടി വന്ന ചില ഇൻസിഡൻറ്റുകൾ ഉണ്ടാവാം. എന്താണെങ്കിലും നിങ്ങൾ ഒരുപാട് പരീക്ഷിക്കപ്പെട്ട ഒരു റിലേഷനാണ് ഈ ഒരു ബന്ധം. സ്നേഹത്തേക്കാൾ കൂടുതൽ നിങ്ങൾ ഇതിനകത്ത് സ്ട്രഗിൾ ചെയ്ത സിറ്റുവേഷൻസുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഓവർ തിങ്കിങ് ചെയ്യുമ്പോൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒരു എന്താ പറയുക, ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഇമോഷൻസും ഇല്ലാതെ ചില സമയങ്ങളിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. എന്തായിരുന്നു ഈ ഒരു റിലേഷനിൽ സംഭവിച്ചത്, ഈ ഒരു ബന്ധം എന്ത് തരത്തിലുള്ള ബന്ധമാണ്, ഇങ്ങനെയൊക്കെയുള്ളൊരു തോട്ട്സ് നിങ്ങളിലും കണക്റ്റഡ് ആകുന്നുണ്ട്, ആ വ്യക്തിയിലും കണക്റ്റഡ് ആകുന്നുണ്ട്. കൂടാതെ തന്നെ ഒരു കാര്യങ്ങളും പെട്ടെന്ന് ആക്ഷൻ എടുക്കരുത് എന്നുള്ള ഒരു ചിന്തയും അവരെ പിടിച്ചു നിർത്തുന്നതായിട്ടാണ് കാണുന്നത്. ശരിക്കും അവർ ഇമോഷണലി പെയിൻ അനുഭവിക്കുന്നുണ്ടെങ്കിലും അവർ കാലത്തെ ഭയപ്പെടുന്നുണ്ട് കേട്ടോ, അവരുടെ സമയത്തെ ഭയപ്പെടുന്നുണ്ട്, അവരുടെ ചുറ്റുമുള്ള ബന്ധങ്ങളെ ഭയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ആ ഒരു സാഹചര്യം, ഹെൽത്തും വെൽത്തിനെ കണക്ട് ചെയ്തും അവർ ഭയപ്പെടുന്ന ഒരു എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം ഇതിനകത്തേക്ക് നോക്കുമ്പോൾ വല്ലാത്ത പെയിൻ അനുഭവിക്കുന്ന, ഹാർട്ട് ബ്രോക്കൺ എനർജിയിലൂടെ കടന്നു പോവുകയും വെല്ലുവിളി, മനസ്സിന് ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും ചിന്തിക്കുന്നു, നല്ലതും ചീത്തയുമായിട്ട് മാറിയും തിരിഞ്ഞും ചിന്തിക്കുന്നു. ഒന്ന് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ. നിങ്ങളെ കളയാനും പറ്റുന്നില്ല, എന്നാൽ നിങ്ങളെ സ്വീകരിക്കാനും പറ്റുന്നില്ലാത്തൊരവസ്ഥയിൽ കിടന്ന് ഇവർ സ്ട്രഗിൾ ചെയ്യുകയാണ്. അപ്പോൾ അവരുടെ ടോട്ടലി ഉള്ളൊരു തോട്ട്സ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ആക്ഷൻ ഒന്നും എടുക്കണ്ട, നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ന് തന്നെയാണ് അവരാഗ്രഹിക്കുന്നത്. അതിനോടപ്പുറത്തേക്ക് നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന മറ്റൊരു എനർജി എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ പ്രതീക്ഷയുണ്ട്. എല്ലാം കലങ്ങി തെളിഞ്ഞു വരും, തീർച്ചയായിട്ടും പോസിറ്റീവാകും. പിന്നെ ഇതിനകത്ത് അവർ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു കേട്ടോ, ഒരു മാര്യേജ് ലൈഫ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് എനർജി, അതായത് രണ്ടാമതൊരു ഊഴവും കൂടി ഇതിനകത്ത് ലഭിക്കുമെന്നുള്ളൊരു വിശ്വാസം, എല്ലാവരുടെയും സപ്പോർട്ട് ഈ ഒരു റിലേഷനിൽ കിട്ടുമെന്നുള്ളൊരു വിശ്വാസം, ഇതൊക്കെ ഇവരിൽ വളരെ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും നമുക്ക് ഈ ഒരു ബന്ധത്തിലേക്ക് നോക്കുമ്പം പറയാൻ പറ്റുന്നത് അവർക്ക് ശരിക്കും നിരാശയുണ്ട്. കഴിഞ്ഞുപോയ സമയങ്ങൾ അല്ലെങ്കിൽ കയ്യിൽ കിട്ടിയ ഒരു ഭാഗ്യത്തെ നല്ലപോലെ ഉപയോഗിക്കാൻ പറ്റാതെ, അത് അതിൻ്റേതായ ഒരു സമയത്ത് അതിൻ്റേതായ രീതിയിൽ ആക്ഷൻ എടുക്കാൻ പറ്റാതെ പോയ, അല്ലെങ്കിൽ വെയിറ്റിംഗ് ചെയ്തത്
അബദ്ധമായി എന്നുള്ളതും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് ജഡ്ജ്മെൻറ്റിന് നിന്നു കൊടുത്തതും എല്ലാം തെറ്റാണെന്ന് അവരുടെ ഉള്ളിൽ വളരെ ശക്തമായിട്ട് ചിന്തിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്കൊക്കെ നമുക്ക് പറയുമ്പം നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ റീയൂണിയൻ ഉണ്ട്. ഇതിനകത്ത് ഇവർ തന്നെ, നിങ്ങളുടെ വ്യക്തി തന്നെയാണ് പുറത്ത് കടന്നു പോയത് കേട്ടോ. നിങ്ങളല്ല ഈ ഒരു റിലേഷനിൽ ഒഴിവായി അല്ലെങ്കിൽ അതിനുള്ളൊരു സാഹചര്യം സൃഷ്ടിച്ചത്. അവർ തന്നെ നിന്ന നിൽപ്പിൽ തന്നെ അവർ അപ്രത്യക്ഷമായി എന്ന് പറയുന്ന രീതിയിൽ അവർക്ക് വേണ്ടതായ ചില കാര്യങ്ങളുമായിട്ട് അവർ നിങ്ങളിൽ നിന്നും വിട്ടുപോയി. അവർ ചില നേട്ടങ്ങൾ എടുത്തു കാണും, അല്ലെങ്കിൽ നിങ്ങളെ മിസ്യൂസ് ചെയ്തതായിരിക്കാം. പക്ഷെ അത് നിങ്ങളുടെ ഉള്ളിൽ ഒരു സംശയദൃഷ്ടിയോടുകൂടി ചതിച്ചോ അല്ലെങ്കിൽ ഇത് മോശമായൊരു വ്യക്തിയാണോ എന്നൊക്കെ ചിന്തിക്കേണ്ടി വന്ന സാഹചര്യം കാണുന്നുണ്ട്. എന്താണെങ്കിലും ഇതിനകത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾ കൊടുത്തത് നിങ്ങൾക്ക് തിരിച്ചു തരിക എന്നൊരു കർമ്മ നിൽപ്പുണ്ട്. അവരുടെ ഉറക്കം കെടുത്തുന്ന ഒരവസ്ഥയാണ്. സിംഗിൾ എനർജിയിലൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് അവർ വിവാഹം എന്നൊരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട്, ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഒന്നിലധികം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു വലിയ മതിൽക്കെട്ടുണ്ട് അവർക്ക് മുന്നിൽ. അത് മറികടന്നൊരു ആക്ഷൻ എടുക്കുക എന്നത് അവർക്ക് കുറച്ച് ഡിഫിക്കൽറ്റി ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷെ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. മാനിഫെസ്റ്റേഷൻ പോലെ അവരുടെ മനസ്സിനകത്തൊരു ഉറച്ച വിശ്വാസമുണ്ട്. എല്ലാം തെളിഞ്ഞു വരും, എല്ലാം കലങ്ങി തെളിയും, എല്ലാം പോസിറ്റീവ് ആകും, എല്ലാം അതിൻ്റേതായ രീതിയിൽ ആർക്കും ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത വിധം എല്ലാം പൂർണ്ണമാകും എന്നൊരു ഇതുണ്ട്. പിന്നെ തീർച്ചയായിട്ടും റീയൂണിയൻ പ്രസൻസ് ഉണ്ട് കേട്ടോ. തടസ്സങ്ങളായിട്ട് ചിലരുടെ എനർജിയിൽ നോക്കുമ്പോൾ പേരൻസിൻ്റെ തടസ്സങ്ങൾ അല്ലെങ്കിൽ പ്രിയപ്പെട്ട, അതായത് ഇവർ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ചില വ്യക്തികളുടെ തടസ്സങ്ങളൊക്കെ ഈ ഒരു റിലേഷനെ ബേസ് ചെയ്തുകൊണ്ട് ഇവർക്ക് പ്രിയപ്പെട്ടതായ ചില വ്യക്തികളുടെ പ്രസൻസ്. പക്ഷെ അതിനെയെല്ലാം മറികടന്ന് ഇവർ നിങ്ങളിലേക്ക് വരും. കാരണം ഡിവൈൻ്റെ ചില സൈനുകൾ, ചില മെസ്സേജുകൾ ഇവരിലേക്ക് കണക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഓർമ്മകൾ നമ്മൾ ആദ്യത്തെ എനർജിയിൽ കണ്ട പോലെ 24 hours നിങ്ങളെക്കുറിച്ച് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ ഉള്ളിൽ നല്ലതും ചീത്തയുമായ ഒരു തിരിച്ചറിവിൻ്റെ കാര്യങ്ങളെ ഒന്ന് ക്ലാരിറ്റി വരുത്തുന്ന രീതിയിലുള്ള തോട്ട്സുകൾ കടന്നു പോകുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും അതൊരു സൈൻ എനർജിയാണ്. അവർക്ക് പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടുന്നൊരു മെസ്സേജാണ്. അത് വന്നു ചേരുന്നത് റീയൂണിയൻ എനർജിയിലാണ്. ഹാപ്പി ഫാമിലിയിലേക്കാണ് വന്നു ചേരുന്നത്. തീർച്ചയായിട്ടും കാര്യങ്ങൾ ബാലൻസിൽ വരും എന്ന് തന്നെയാണ് കാണുന്നത്. ഒരു പക്ഷേ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് വരും. ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ.